നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ബിജോയ്. ബിജോയ്. എങ്ങനെയാ അവിടെ കളരിയായിട്ട് എങ്ങനെ ബന്ധം എന്താ കളരിയിൽ? ഞാനിവിടെ എത്തിപ്പെട്ടത് എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ ഒരു ബോഡിക്ക് ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് റിക്കവറി ആയി. എന്തായിരുന്നു അവർക്ക് പറ്റി? അവർക്ക് ഡിസ്കിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഒരു അതിന് കുറച്ച് മുന്നേ ആയിട്ട് അവർ ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉള്ള ആളായിരുന്നു. പിന്നെ സാധാ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒന്നും റിക്കവറി ആയിട്ടില്ല. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ പുള്ളീൻ്റെ പൂർണ്ണമായിട്ട് മാറി. അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിവിട്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം? ഡിസ്കിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കാലിന് ഭയങ്കര കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു 22 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇന്ന് അവസാന ദിവസമാണ് കഴിഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഓക്കെ ആണല്ലേ? എന്താണ് നിങ്ങൾക്ക് ഇപ്പം പൂർണ്ണമായിട്ട്? പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് നിങ്ങൾ? ഞാൻ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. എന്ത് ആർട്ടിസ്റ്റ്? ഞാൻ ഒരു ആനിമേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മുംബൈയിൽ ആനിമേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ മലയാള സിനിമേന്റെ വർക്കുകളൊക്കെ അതും കൂടെ ചെയ്യുന്നുണ്ട്. സിനിമയിൽ എന്താ ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് ഫിലിമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റായിട്ടും പിന്നെ ആർട്ട് രംഗത്ത് ആർട്ട് ഡയറക്ഷൻ അതിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫിലിമിൻ്റെ ടൈറ്റിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വീട് കോട്ടക്കൽ, മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ. ഓക്കെ. നിങ്ങളുടെ ആരവിടെ വന്ന്? അമ്മയുടെ അനിയത്തിൻ്റെ ഭർത്താവ്. പേര്? ഗോപി.